ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഓവണും മൈദയും മുട്ടയും ആവശ്യമില്ലാത്ത മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാർബിൾ കേക്ക് എന്ന് പറയുമ്പോഴും റവ വെച്ചാണ് നമ്മൾ ഈ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഈ റവ വെച്ചെന്ന് പറയുമ്പോൾ ഞാൻ മുന്നായിട്ട് 2 റവയുടെ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന കാർഡിൽ കൊടുക്കാം. അപ്പം ഏതെങ്കിലും ഒരു റവയുടെ കേക്കെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. മൈദനെ കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കിനേക്കാളും ടേസ്റ്റ് റവ കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കിനാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള മാർബിൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് 1.5 കപ്പ് റവ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 1.5 കപ്പ് റവയും ഒരു മിക്സിയുടെ ജാറിലിട്ട് നൈസായിട്ടൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതാക്കണം നമ്മൾ റവ ഒക്കെ നല്ലോണം പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലെന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ 1/2 കപ്പ് മാത്രമേ ഒഴിക്കണുള്ളൂ. പിന്നെ 1/2 കപ്പ് തൈരും ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും മതി. ബട്ടർ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം, അതായത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. നമ്മൾ സാധാരണ തേങ്ങ കരയ്ക്കൂലേ, അതുപോലെ ഒന്നും അങ്ങ് അരച്ചെടുക്കൊന്നും വേണ്ടത്, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാക്കുന്ന നമ്മുടെ ബാറ്ററി നല്ലോണം തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1/4 കപ്പിൽ നിന്നും 1/4 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാലും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് പകുതിയാക്കിയെടുക്കാം. ഈ ബാറ്റർ പകുതി തന്നെ വേണ്ട, കുറച്ച് ഏകദേശം പകുതിയുടെ അടുത്തായിട്ട് മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് മാർബിൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കളറായിട്ടാണ് നമ്മളിത് ഉണ്ടാവുക മാർബിൾ കേക്ക്. അപ്പം ബ്രൗൺ കളർ വേറെയും വൈറ്റ് കളർ വേറെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം പകുതിയോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ, അതായത് രണ്ടാമത് നമ്മൾ മാറ്റി വെച്ച അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതാണ് നമ്മൾ മാർബിൾ കേക്കിന് കളറായിട്ട് എടുക്കുന്നത്. അതായത് ഈ ബ്രൗൺ കളറായിട്ട് എടുക്കുന്നത് ഈ ബാറ്ററാണ്. അപ്പോൾ അടുത്തതായിട്ടൊരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഒഴിക്കുന്നത് വൈറ്റ് ബാറ്റർ ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേത്തലായിട്ട് നമ്മുടെ ചോക്ലേറ്റ്, അതായത് കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്ത്, പിന്നെ അതിൻ്റെ മേത്തലായിട്ട് വൈറ്റ് ബാറ്റർ, പിന്നെ അതിൻ്റെ മേത്തലായിട്ട് കൊക്കോ പൗഡറിൻ്റെ, അങ്ങനെ ഇത് തീർന്ന് വരെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വൈറ്റ് കളറാണ് നമ്മൾ കൂടുതൽ ഒഴിക്കേണ്ടത്. എന്നാലേ അപ്പോൾ ഇതിന് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഇത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ. കാരണം അത് നമ്മൾ ഈ വരൊക്കെ വരയ്ക്കുമ്പോൾ ഇത് നമ്മൾ മുറിക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടണമല്ലോ. ആ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊന്ന് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് വര വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ വര വരച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ കേക്കിൻ്റെ ഭംഗി. അപ്പോൾ നമ്മൾ എത്ര നല്ലോണം വരയ്ക്കണോ അത്ര നല്ലോണം നമുക്ക് നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പം കുറച്ച് തോനെ വര വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. നല്ലൊരു ഫ്ലവർ പോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ഉള്ളിലായിട്ട് നമ്മുടെ ഈ കറിയുടെ പാത്രമൊക്കെ അല്ല, ചെറിയ അതിൻ്റെ ഒരു മൂടി ഒന്ന് നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ട്രേ ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ വലിയ പാത്രമല്ലേ, അത് ഏകദേശം ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാണ് നമ്മൾ ഈ ഓവനിലൊക്കെ ചെയ്തെടുക്കുന്ന പോലെ. എന്നിട്ട് നമ്മുടെ ഈ പാത്രം ഒന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടായിരുന്നു നമ്മളിത് ബേക്ക് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള 40 മിനിറ്റോളവും നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 45 മിനിറ്റിന് ശേഷം നമ്മൾ നമ്മുടെ കേക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല മൊഞ്ചുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല മൊഞ്ചുണ്ട്. അപ്പം എൻ്റെ റവ കേക്ക് മുന്നേ ട്രൈ ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് റവ കേക്ക്. നമ്മൾ ഈ മൈദ വെച്ചുണ്ടാക്കുന്ന കേക്കിനേക്കാളും ടേസ്റ്റ് റവ വെച്ചുണ്ടാക്കുന്ന കേക്കിനാണ് കേട്ടോ. അപ്പം ഏതെങ്കിലും ഒരു റവ കേക്കെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ മുന്നത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ.